വന്നാൽ പണി പോയി എന്ന് ചിന്തിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും. ഇനി നമുക്ക് ജോലി ഉണ്ടാവുമോ ഭാവിയിൽ? കഴിഞ്ഞ ദിവസം ചൈനയിൽ ഒരു ഡോക്ടർ വന്നേക്കുന്നു. ഡോക്ടർമാരുടെ പണി പോകാറുള്ള ചാൻസ് ഉണ്ട്. എഞ്ചിനീയർമാർ എന്താ വെറുതെ വിടുന്നതാണോ? ഇല്ല, എവിടെ. പിന്നെയും എന്താ ഇപ്പൊ എക്ക് ചെയ്യാൻ പറ്റാത്തത്? കച്ചവടം, ബിസിനസ്. കനോട്ട് ഡു ബിസിനസ്. ഒരു കച്ചവടക്കാരനായി മാറാനായിട്ട് എക്ക് ഒരിക്കലും സാധിക്കില്ല. അവിടെ മനുഷ്യന്റെ ബുദ്ധി തന്നെ വേണം, അനലിറ്റിക്കൽ സ്കില്ല് വേണം. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ കാശ് ഉണ്ടാക്കണം എന്ന് കച്ചവടക്കാരനായ മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. ഒരിക്കലും ഒരു എക്ക് സാധിക്കില്ല. അതേപോലെ തന്നെ ഒരു കച്ചവടം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കണക്കെടുപ്പുകാരൻ വേണ്ടേ? ആ കണക്കെടുപ്പുകാരാണ് നമ്മൾ അക്കൗണ്ടൻസ്. സോ അക്കൗണ്ടൻസിന് ജോലി ഉണ്ടാവുമല്ലോ. ഒബ്വിയസ്ലി വി ഹാവ് അവർ ജോബ്സ്. അതൊരിക്കലും ഈ ഡാറ്റ എൻട്രി ജോബുകളല്ല. വി ഷുഡ് ഹാവ് ദാറ്റ് അനലിറ്റിക്കൽ സ്കിൽ. ആ അനലിറ്റിക്കൽ സ്കിൽ എങ്ങനെ ഉണ്ടാവും? ബൈ കംപ്ലീറ്റിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ യു വിൽ ഹാവ് ദാറ്റ് അനലിറ്റിക്കൽ സ്കിൽ. എങ്ങനെ ഇത് വന്നു, എങ്ങനെ ഈ കോസ്റ്റ് വന്നു, എങ്ങനെ ഈ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുമെന്ന് ഡിസിഷൻസ്, അതേപോലെ തന്നെ അഡ്വൈസ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അവരെയാണ് ലോകത്തിന് ഇപ്പോൾ ആവശ്യം. ബി എ ഡിസിഷൻ മേക്കർ റാദർ ദാൻ ബീയിങ് എ ഡെസ്ക് ജോബ് വർക്ക്. നിങ്ങൾ എടുക്കേണ്ട ഡിസിഷൻസ് എങ്ങനെ എടുക്കാം? ബൈ ഹാവിംഗ് ദീസ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ യു ക്യാൻ മേക്ക് ഡിസിഷൻസ് വിത്ത് ആർ ഇൻഫോംഡ് ഡിസിഷൻസ്.